അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് സസ്പെൻഡഡ് ബൈ 3 സ്ട്രിങ്സ് ആസ് ഇൻ ഫിഗർ. അല്ലേ? ദ ടെൻഷൻ T2 ഈസ് T2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് T2, ഇത് T3. പിന്നെ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 60, ഇത് 30. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വെച്ച് ഇവിടെ മുട്ടിക്കൊടുക്കാം. അപ്പൊ ഇവിടെ മുട്ടിച്ചാൽ ഇത് 90 ആയില്ലേ, ഇത് 60, ഇത് 90. അപ്പൊ എത്ര 150 ആയി. അപ്പൊ ഇത് എത്ര 30 ആയില്ലേ, ഇത് 30, ഇത് 90, അപ്പൊ 120. അപ്പൊ ഇത് എത്രയായി 60 ആയോ? ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് ഈ T3 റിസോൾവ് ചെയ്യാതെ. T3 റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണന്റ് കിട്ടും നിങ്ങൾ നോക്കിയാൽ മതി. ഒരു കമ്പോണന്റ് ഇങ്ങനെയും കിട്ടും, ഒരു കമ്പോണന്റ് മേലോട്ടും കിട്ടും. നിങ്ങൾ പറ, ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് T3 cos 60 അല്ലേ, ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് T3 sin 60 അല്ലേ. അപ്പൊ ഇത് അങ്ങോട്ട്. അതുപോലെ ഈ T2നെ റിസോൾവ് ചെയ്താൽ രണ്ട് കമ്പോണന്റ് കിട്ടും. ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും കിട്ടും, ഒരു കമ്പോണന്റ് മേലോട്ടും കിട്ടും. ഓക്കെ, ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് അഡ്ജസന്റ് കമ്പോണന്റ്. അപ്പൊ എന്താണ് T2 cos 30, ഇതോ T2 sin 30. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ബാലൻസ് ചെയ്യും. അപ്പൊ എങ്ങനെ എഴുതാം? T2 sin 30 ഈസ് ഈക്വൽ ടു പറ T3 sin 60. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കും. T2 ഇൻറ്റു sin 30 എന്ന് പറഞ്ഞാൽ 1/2 ഈസ് ഈക്വൽ ടു T3 ഇൻറ്റു sin 60 എത്ര √3/2. അപ്പൊ ഇതിന്ന് നമുക്ക് ഈ 2നെ ഇവിടെ കയറ്റാം. അപ്പൊ ആ 2 ഇട്ടും ക്യാൻസൽ ആവും. ഇനി ബാക്കി ഈ √3 ഇതിന്റെ അടി വെക്കാം. അപ്പൊ എന്ത് വരും? T3 ഈസ് ഈക്വൽ ടു പറയൂ T2/√3 എന്ന് വരും. അപ്പുറം 1/√, ഈ 2 കട്ട് ചെയ്തു, 1/2 കട്ട് ചെയ്തു. ബാക്കി ഈ √3 ഇതിന്റെ അടി വരും. അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ ഓക്കെ അല്ലേ? അപ്പൊ എന്തിന്റെ ആൻസർ കിട്ടി? T3യുടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് T2 ആണ്. നമുക്ക് വേണ്ടത് നിങ്ങൾ നോക്ക്, ഇവിടെ മേലോട്ടുള്ള കമ്പോണൻസ് രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എഫക്റ്റ് അത് T1നെ ബാലൻസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ T2 cos 30 പിന്നെ T3 cos 60 കൂടെ ആഡ് ചെയ്യുന്ന എഫക്റ്റ് മേലോട്ടാണ്. അതെന്തിനെ ബാലൻസ് ചെയ്യും? T1നെ ബാലൻസ് ചെയ്യും. ഇനി ഇതിൽ T3യുടെ വാല്യൂ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തായി? T2 ഇൻറ്റു cos 30 എത്ര √3/2 പ്ലസ് T3ക്ക് പകരം എന്ത് എഴുതാം? T2/√3 എന്ന് എഴുതാം. T2/√3 cos 60 എത്ര 1/2 ഈസ് ഈക്വൽ ടു T1 എന്നായി. അപ്പൊ നിങ്ങൾ ഇനി ബാലൻസ് എഴുതണേ. T1 എത്രയുടെ? T1 എന്ന് പറയുന്നത് എത്രയെന്ന് പറയൂ? T1 എന്ന് പറയുന്നത് ഇവിടെ mg അല്ലേ, mgക്ക് ഈക്വൽ അല്ലേ. അപ്പൊ 10 × 10 അപ്പൊ 100 ആണ്. അപ്പൊ T1ന്റെ വാല്യൂ 100 ആണ്. അപ്പൊ നമുക്ക് അതിന് പകരം 100 ഇടാം. അപ്പൊ ഇനി ബാക്കി പറയും. ബാക്കി ഇത് എത്രയായി? രണ്ടിലും ഉള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ പറയാം. T2/2 കോമൺ ആയിട്ടുണ്ട്. ബാക്കി √3 ഉണ്ട് പ്ലസ് 1/√3 ഈസ് ഈക്വൽ ടു 100 എന്നായി. ഓക്കെ, ഇനി ഈ 2നെ ക്രോസ് ചെയ്ത് അവിടെ കയറ്റിയാൽ T2 ഇൻറ്റു പറയൂ √3 പ്ലസ് 1/√3 ഈസ് ഈക്വൽ ടു 200 എന്നായി. അപ്പൊ T2 ഇൻറ്റു പറഞ്ഞോ √3 അതുപോലെ എഴുതി. ഇനി ഇത് 3 പ്ലസ് √3 എന്നായി അല്ലേ? അല്ല, 3 √3 ഇവിടെ വരും. √3 ഇൻറ്റു √3 3 പ്ലസ് 1 എന്ന് വരും അല്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു 200 എന്നായി. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു എത്ര വരും? 200 ഡിവൈഡഡ് ബൈ ഇത് 4/√3 എന്നായി. എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു √3/4 അപ്പൊ എത്രയായി? 50√3 എന്നായി. ഒരു ചോയ്സ് അതിനകത്ത് ഉണ്ടാന്ന് നോക്ക്. 50√3 ഉണ്ടല്ലോ. ലാസ്റ്റ് ചോയ്സ് അല്ലേ, ഡി അല്ലേ? അതാണ് അതിന്റെ ആൻസർ. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ നോക്ക്, ഇവിടെ T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? T1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇവിടെ ഈ കയറിലുണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വെയിറ്റിന് ഈക്വൽ ആണ്. അപ്പൊ mg. അപ്പൊ 10 × g 10 100. ഇനി അടുത്ത് ഈ നമ്മുടെ ഇവിടുത്തെ ഈ ആംഗിൾ 30 ആണല്ലേ. അപ്പൊ ആംഗിൾ 30, ഇവിടെ 90, അപ്പൊ ഇത് 60, ഇത് 60, ഇത് 90, അപ്പൊ ഇത് 30. ഇനി T3 റിസോൾവ് ചെയ്ത രണ്ട് കമ്പോണന്റ്, ഒന്നിങ്ങനെ ഒന്നിങ്ങനെ. അപ്പൊ ഇതെന്ന് പറയുന്നത് അഡ്ജസന്റ് കമ്പോണന്റ്, അപ്പൊ ഇത് കോസ് കമ്പോണന്റ്, ഇത് സൈൻ കമ്പോണന്റ്. അതുപോലെ T2നെ റിസോൾവ് ചെയ്ത രണ്ട് കമ്പോണന്റ്, ഇത് അഡ്ജസന്റ് കമ്പോണന്റ്, ഇത് സൈൻ കമ്പോണന്റ്. ഇനി അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്ത്
ഈ രണ്ട് കമ്പോണന്റ് ഈക്വൽ. അപ്പോൾ ഇത് ഈക്വൽ ടു ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഇട്ടിട്ട് T2 T3 ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. ഇനി ഈ രണ്ടെണ്ണം മേലോട്ടാണ്, അടുത്ത താഴോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ പറയൂ ഇതേ പ്ലസ് ഇത് ഈക്വൽ ടു ഇത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് ഈ T3ക്ക് പകരം ഈ വാല്യൂ ഇട്ടു. എന്നിട്ട് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, T2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ചെയ്തു നോക്കണം. ഇത് വലിയ പാടെന്നുള്ള ക്വസ്റ്റനല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12. A weight WV is suspended from mid point of a rope whose ends are at the same level. In order to make the rope perfectly horizontal, the force applied to each end എത്ര ആയിരിക്കണം? ഒരു റോപ്പ് ഇങ്ങനെ തന്നെ നിർത്തണം. ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഒരു ലോഡ് അറ്റാച്ച് ചെയ്യാൻ വേണം. ഇതാണ് ജോലി. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ എല്ലാം 90 ആയിട്ട് നിർത്തണം. അപ്പം നോർമലി നമ്മളൊരു ഇത് പിടിച്ചിട്ട് ഇതുപോലെ കെട്ടി തൂക്കിയാൽ ഇതുകൊണ്ട് താഴ്ന്നു വരും, ഇങ്ങനെ ആവും അല്ലേ? ഇതാണ് സംഭവം. അപ്പം ഇനി അതിൻ്റെ ആ ചെയ്തിരിക്കുന്ന പടം കൂടെ ഒന്ന് നോക്കൂ. ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T, ഇവിടെ ഉണ്ടാകുന്ന ടെൻഷനും T. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എന്തിനെ ഇത് mg അല്ലേ? ഇപ്പം mg ആണ്. ഇനി ഈ T റിസോൾവ് ചെയ്ത രണ്ട് കമ്പോണന്റ് കിട്ടും, ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ തീറ്റ എന്ന് വിളിച്ചാൽ ഇതെന്താണ്? T കോസ് തീറ്റ. ഇതോ T സൈൻ തീറ്റ. അതുപോലെ ഇവിടുത്തെ ഈ ആംഗിളും ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഈ ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതും തീറ്റ. അപ്പോൾ ഇതെന്താണ്? T റിസോൾവ് ചെയ്ത രണ്ട് കമ്പോണന്റ്, ഒന്നിങ്ങനെ, ഇതെന്താണ്? T കോസ് തീറ്റ, ഇതോ T സൈൻ തീറ്റ. ഇനി നിങ്ങൾ പറ, മേലോട്ടുള്ള ടോട്ടൽ 2T കോസ് തീറ്റ അല്ലേ? അപ്പോൾ 2T കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? mg. നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലത്തിലെ പോലെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് T എത്ര വരും? T എന്ന് പറഞ്ഞാൽ mg ഡിവൈഡഡ് ബൈ 2 കോസ് തീറ്റ എന്നാണ്. ഈ തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കണം? ഈ തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കണം? കയർ ഇതുപോലെ നിന്നാൽ തീറ്റയുടെ വാല്യൂ എത്ര വരും? 90 വരും. അപ്പോൾ mg ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 90 എന്ന് വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ കോസ് 90 എത്ര? കോസ് 90 എത്ര? സൈൻ 91, കോസ് 90 0. അപ്പോൾ ഡിനോമിനേറ്റർ 0 വന്നാൽ ആൻസർ ഇൻഫിനിറ്റി. അപ്പോൾ ടെൻഷൻ്റെ വാല്യൂ എത്ര വരണം? ഇൻഫിനിറ്റി എന്ന് വരണം. അപ്പോൾ കയറിലെ ടെൻഷൻ ഇൻഫിനിറ്റി ആയാൽ മാത്രമേ ഇത് ഇതുപോലെ നിർത്താൻ പറ്റൂ. ഓക്കെ അല്ലേ? ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതേപോലെ കയറിനെ നിർത്തണം. ഇതുപോലെ നടുക്കുന്ന ഒരു വെയിറ്റ് കെട്ടി തൂക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ കയർ ഇതേമാതിരിയേ നിൽക്കാവൂ. അപ്പം നമ്മൾ നോർമൽ കണ്ടീഷൻ ചിന്തിച്ചു, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ കയറിൽ ടെൻഷൻ ഉണ്ടാവും T. ഇനി ഈ രണ്ട് ടെൻഷനും സെയിം ആയിരിക്കും. ഇത് കറക്റ്റ് മിഡിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതും T ഇതും T ആയിരിക്കും. ഇനി അടുത്തെന്താണ്? ഈ T റിസോൾവ് ചെയ്ത രണ്ട് കമ്പോണന്റ്, ഈ T റിസോൾവ് ചെയ്ത രണ്ട് കമ്പോണന്റ്. ഇത് T കോസ് തീറ്റ, ഇത് T സൈൻ തീറ്റ. ഇതുപോലെ ഇത് T കോസ് തീറ്റ, ഇത് T സൈൻ തീറ്റ. ഇനി മേലോട്ടുള്ള ടോട്ടൽ 2T കോസ് തീറ്റ, അത് mgയെ ബാലൻസ് ചെയ്യും. കുഴപ്പമില്ല. അപ്പോൾ അതിനകത്ത് T കണ്ടുപിടിച്ചു. ഇനി തീറ്റയുടെ വാല്യൂ എത്ര വരണമെന്നാണ്? 90 വരണമെന്നാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്ക് ടെൻഷൻ്റെ ആൻസർ എത്ര വരണം? ഇൻഫിനിറ്റി. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഏതാ? ലാസ്റ്റ് ചോയ്സ് അല്ലേ? D അല്ലേ ആൻസർ? അപ്പോൾ D ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? ഇനി 13 നോക്കൂ പെട്ടെന്ന്. 13 ഇതെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണേ. പെട്ടെന്ന് വായിക്കും. 13 വായിച്ചോ? 13 A person standing in an elevator. ഒരു എലിവേറ്ററിൽ ഒരാൾ ഇരിക്കുന്നു. In which situation he finds himself weightless. ഒരു ആശ്വാസത്തിന് ഒരു ക്വസ്റ്റ്യൻ. എപ്പോഴാണ് വെയ്റ്റ്ലെസ് ഫീൽ ചെയ്യുന്നത്? താഴോട്ട് വരുമ്പോഴല്ലേ? വിത്ത് ആൻ ആക്സലേഷൻ. അപ്പോൾ ഏതാണ് ആൻസർ? എലിവേറ്റർ ഈസ് ആക്സലേറ്റിംഗ് ഡൗൺ വിത്ത് G. അപ്പോൾ ആക്സലേഷൻ G ആവുന്ന കേസല്ലേ വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ആൻസർ ഏതാണ്ട് ലാസ്റ്റ് ചോയ്സ് D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The radii of circular paths of two particles of same mass. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്, രണ്ടിൻ്റെ മാസ് സെയിം ആണ്. അതിൻ്റെ റേഡിയസുകൾ 6:8 എന്നാണ്. അപ്പോൾ ആദ്യത്തത് 6R, അടുത്തത് 8R. മാസുകൾ രണ്ടും സെയിം ആണ്. വാട്ട് വിൽ ബി ദ വെലോസിറ്റി റേഷ്യോ? ഇതിൻ്റെ വെലോസിറ്റി V1 ആണെന്നിരിക്കട്ടെ, ഇതിൻ്റെ വെലോസിറ്റി V2 ആണെന്നിരിക്കട്ടെ. ഇഫ് ദേ ഹാവ് കോൺസ്റ്റന്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, രണ്ടിലെ ഫോഴ്സ് സെയിം ആണെന്ന്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണല്ലോ ഇക്വേഷൻ പറ. mv²/r എന്നാണ്. അപ്പോൾ ആദ്യത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പറ. m തന്നെ V1²/r എന്ന് പറയുന്നത് 6R. ഇനി രണ്ടാമത്തെ പറ. F ഈസ് ഈക്വൽ ടു പറയൂ
mv2 സ്ക്വയർ ബൈ 8r എന്നാണ്. ഈ രണ്ട് LHS സെയിം ആണ്. അപ്പോൾ RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ mv1 സ്ക്വയർ ബൈ 6r ഈസ് ഈക്വൽ ടു mv2 സ്ക്വയർ ബൈ 8r എന്നാണ്. അപ്പോൾ ഇതിനകത്ത് വെട്ടാളൊക്കെ വെട്ടുക. m വെട്ടി, r വെട്ടി, ബാക്കി പറയും v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും? v1 എത്ര? 8 ഇവിടെ വരും, 6 ഇവിടെ വരും അല്ലേ? ഇനി അപ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതിയാൽ v1 ബൈ v2 ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ ആൻസറാണ് 6/8. അങ്ങനെയാണെങ്കിൽ v1 ബൈ v2 എത്ര വരും? റൂട്ട് ഓഫ് 6/8 എന്ന് വരും. ആ ചോയ്സ് ഉണ്ടോ അങ്ങനെ? റൂട്ട് ഓഫ് 6/8 ആൻസർ ഉണ്ടോ നോക്കൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ വെട്ടി ചെയ്യാം. പറഞ്ഞോ, 3/4. അപ്പോൾ പറഞ്ഞോ, അപ്പോൾ എത്രയായി? റൂട്ട് 3/2 എന്നായില്ലേ? ഉണ്ടോ? ഉണ്ട്. ലാസ്റ്റ് ചോയ്സ്. ഇത് പറയണ്ടല്ലോ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണല്ലോ. ഇക്വേഷൻ എന്താണ്? mv സ്ക്വയർ ബൈ r. രണ്ടിലും m സെയിം, f സെയിം, വികൾ മാറ്റം, ആറുകൾ മാറ്റം. ആ വാല്യൂ ഇടുക, രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ 5 kilogram ബ്ലോക്ക് ഓൺ ഫ്ലോർ ഓഫ് ലിഫ്റ്റ് ആസ് ഇൻ ഫിഗർ. ഇവിടെ ഒരു ലിഫ്റ്റാണ്. ലിഫ്റ്റിൽ ഇതാണ്ട് രണ്ട് സാധനങ്ങൾ വെച്ചിരിക്കുന്നുണ്ടോ? ഇത് 5 kilogram, ഇത് 2 kilogram. ലിഫ്റ്റ് മേലോട്ട് പോവുകയാണ് വിത്ത് ആൻ ആക്സലേഷൻ 5 meter/s². നിങ്ങൾ പറയുക, ഇത് മേലോട്ട് പോകുന്ന കേസിൽ ഉള്ള ഇക്വേഷൻ എന്താണ്? മേലോട്ട് പോകുന്ന കേസിൽ നോർമൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നോർമൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ m × g+a എന്നല്ലേ? അപ്പോൾ n ഈസ് ഈക്വൽ ടു m എത്രയാണ്? ഇവിടുത്തെ 7 അല്ലേ ടോട്ടൽ? 7 × g എത്രയാ? g എന്ന് പറയുന്നത് 10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, +5. അപ്പോൾ എത്ര വരും? n ഈസ് ഈക്വൽ ടു 15 × 7 എന്നായോ? അപ്പോൾ n ഈസ് ഈക്വൽ ടു പറ 105 എന്നായോ? അപ്പോൾ നോക്കൂ, ഈ ലിഫ്റ്റ് മേലോട്ട് പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ തറയിൽ ഒരു ഫോഴ്സ് കൊടുക്കും. അതിന് ഈക്വൽ ആയിട്ടുള്ള നോർമൽ ഫോഴ്സ് മേലോട്ട് കിട്ടും. ആ നോർമൽ ഫോഴ്സ് ആണ് 105. തറയെന്ന് മേലോട്ട് കിട്ടുന്ന നോർമൽ ഫോഴ്സ് ആദ്യം ആരമൂട്ടിലാണ് വരുന്നത്? 5ൻ്റെ അല്ലേ? അതല്ലേ ചോദ്യം. 5ൻ്റെ മണ്ടയിൽ കിട്ടുന്ന ഫോഴ്സ് എത്രയെന്നല്ലേ ചോദ്യം. എത്ര? 105. ബുദ്ധിമുട്ടുണ്ടോ? ആൻസർ ഈസ് കാറ്റ്. ഇപ്പോൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആൻ എലിവേറ്റർ ആൻഡ് എ ലോഡ്, ടോട്ടൽ മാസ് തന്നിട്ടുണ്ടല്ലേ? ഇപ്പം ടോട്ടൽ മാസ് തന്നിട്ടുണ്ട് എത്ര? 8000. ഐ എം സോറി, 800. നീ എലിവേറ്റർ മൂവിങ് ഡൗൺവേർഡ് ആണ്. പോകുന്ന വെലോസിറ്റി, ഇപ്പം പോകുന്ന വെലോസിറ്റി എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 10 ആണ്. ബ്രോട്ട് ടു റെസ്റ്റ്, ഇപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 വിത്ത് കോൺസ്റ്റന്റ് ഡീസലറേഷൻ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 25 meter. അപ്പോൾ എസിൻ്റെ വാല്യൂ 25. ദെൻ ടെൻഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒന്നും പേടിക്കാനൊന്നുമില്ല. നോക്കൂ, ലിഫ്റ്റ് പോകുന്ന എങ്ങോട്ടാണ്? മൂവിങ് ഡൗൺവേർഡ് അല്ലേ? മൂവിങ് ഡൗൺവേർഡ് ആണ്. ഇനി മൂവിങ് ഡൗൺവേർഡ് ആണെങ്കിൽ n കാണാനുള്ള ഇക്വേഷൻ പറ. m × g+a ആണോ g-a ആണോ? g-a ആണ്. ഓക്കെ. ഇനി ഇതിനകത്ത് n ഈസ് ഈക്വൽ ടു m എത്ര? 800 × ജിയുടെ വാല്യൂ 10 മൈനസ് എയുടെ വാല്യൂ വേണം അല്ലേ? അപ്പോൾ എ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മാത്രം നോക്കിയാൽ നമുക്കിവിടെ സൈഡിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? v² - u² ഈക്വൽ ടു 2as എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് എ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറ. a ഈക്വൽ ടു v² - u² ഡിവൈഡഡ് ബൈ 2s. അപ്പോൾ വാല്യൂ ഇട്ടൂട്. 0 - 100 ഡിവൈഡഡ് ബൈ 50 എന്ന് വരൂലേ? അപ്പോൾ ആൻസർ -2 എന്നാണ്. അപ്പം -2. അപ്പോൾ എത്രയായി? 12 × 800 അല്ലേ? അപ്പോൾ എത്ര വരും? 96 കഴിഞ്ഞിട്ട് 2 0. ഉണ്ടോ? ആൻസർ ഉണ്ടോ? ഉണ്ട്. ആൻസർ ഈസ് ഡി. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളുടെ ആ എലിവേറ്റർ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രം നോക്കുക. താഴോട്ട് പോകുന്നു. എലിവേറ്റർ താഴോട്ട് പോകുമ്പോൾ ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു m × g-a ആണ്. ഇതിനകത്ത് എമ്മിൻ്റെ വാല്യൂ ഉണ്ട്, ജിയുടെ വാല്യൂ ഉണ്ട്, എ ഇല്ല. എ ഇല്ലാത്തതുകൊണ്ട് എ കണ്ടുപിടിച്ചു. നമ്മൾ എ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പ്രയാസമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. 17. പെട്ടെന്ന് വായിക്കണം. വായിച്ചാ? എന്താണ്? ഇൻ ദ അറേഞ്ച്മെന്റ് മാസ് m will ascend with an acceleration. ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ പറ.
m1 minus m2 into g divided by m1 plus m2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ വാല്യൂ ഇട്ടാൽ മതി. വലുത് എത്രയാ? 3/2 ആണല്ലേ. നോക്കൂ, 1.5 m ആണ്. അപ്പോൾ 3/2 m എന്ന് പറഞ്ഞാൽ 1.5 m മൈനസ് അടുത്തത് m ആണ് ഇൻറ്റു g ഡിവൈഡഡ് ബൈ 1.5 m പ്ലസ് m. ഇപ്പം എത്രയായി? ഇത് പോയാൽ 0.5 mg ഡിവൈഡഡ് ബൈ ഇത് എത്ര? 2.5 m. ഇപ്പം m വെട്ടി, ബാക്കി മേലും താഴെ ഇൻറ്റു ചെയ്താൽ ഈ g/5 വന്ന് വരും. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചോയ്സ് ഏതാണ്? സെക്കൻഡ് ചോയ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു സർഫസ്. പിന്നെ ഒന്ന് വായിച്ചേ. ലിമിറ്റിംഗ് വാല്യൂ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നോർമൽ ഫോഴ്സ് എന്ന് നമുക്കറിയാം. ഇനി ഏരിയ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് നമ്മൾ കണ്ടതാണ്. പിന്നെ രണ്ട് സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ മൈക്രോസ്കോപ്പിക് ഏരിയാസ് ആണ് കോണ്ടാക്റ്റിൽ വരുന്നതെന്നൊക്കെ നമുക്കറിയാവും. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ്? 18. ആൻസർ ഏതാണ്? ആ ലാസ്റ്റ് ചോയ്സ് ആണ് എൻ്റെ ആൻസർ. ആൻസർ ഈസ് ഡി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 വായിക്കൂ. PQR അങ്ങനെ 3. അപ്പോൾ ഞാൻ പടം വരയ്ക്കാം. നോക്കൂ, ഇവിടെ R, ഇവിടെ Q, ഇവിടെ P. ഇത് 150 ഡിഗ്രി അല്ലേ? ഇത് θ1, ഇത് θ2. ഇങ്ങനെ 3 ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇനി വാല്യൂ ഓഫ് R എത്രയെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ലോ ഓർമ്മയില്ലേ? എങ്ങനെയാണ് എടുക്കുന്നത്? R ബൈ സൈൻ ഓഫ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ടു വേറെ ഏതെങ്കിലും ബൈ പറയൂ. P ബൈ സൈൻ ഓഫ് θ1 എന്ന് എഴുതിക്കൂടെ? ആരെങ്കിലും നിങ്ങളെ കടിക്കുമോ? ഇല്ല. അപ്പോൾ പറയൂ R ഡിവൈഡഡ് ബൈ സൈൻ 150 എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസ് 60 അല്ലേ, ഈസ് ഈക്വൽ ടു പിയുടെ വാല്യൂ ഉണ്ടോ നോക്ക്. പിയുടെ വാല്യൂ ഉണ്ട്, 1.9318 എന്നാണ്. ഡിവൈഡഡ് ബൈ സൈൻ θ1 എത്രയാ നോക്കൂ. സൈൻ θ1ൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയാ? 0.9659 എന്ന് സ്ട്രൈറ്റ് തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പറയൂ R ഡിവൈഡഡ് ബൈ സൈൻ 90 പ്ലസ് θ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 90 പ്ലസ് θ, സൈൻ 90 പ്ലസ് θ കോസ് θ. അപ്പോൾ കോസ് 60 സീക്വൽ ടു പറയൂ 1. നോക്കൂ, ഇതിൻ്റെ ഡബിളാണ് ഇത്. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ 2 വരും. ഇനി R ഈസ് ഈക്വൽ ടു പറയൂ 2 കോസ് 60 എന്നായി. അപ്പോൾ R ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ ആൻസർ എത്ര? 1 ഉണ്ടോ? ആൻസർ ഈസ് ക്യാറ്റാണ് എൻ്റെ ആൻസർ. സിമ്പിൾ അല്ലേ ഇത്? അപ്പോൾ R ബൈ സൈൻ ഓഫ് ഇത് ഈ ആംഗിൾ ഈക്വൽ ടു P ബൈ സൈൻ ഓഫ് ഈ ആംഗിൾ. ഇനി എൻ്റെയൊക്കെ വാല്യൂ ഇട്ടു. നമുക്ക് സൈൻ 90 പ്ലസ് θ എന്ന് പറഞ്ഞാൽ കോസ് θ. ആ ഇക്വേഷൻ ഉപയോഗിച്ചു. എന്നിട്ട് അതിൽ നിന്ന് R കണ്ടുപിടിച്ചു. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുക. വായിച്ചോ? എന്താണ്? A 30 kilogram block rests on horizontal surface. A force of 200 Newton is applied on the block. അല്ലേ? Then block acquires a speed of 4 meter per second starting from rest in 2 seconds. ഇനി what is the value of coefficient of friction? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഇവിടുത്തെ പടം ഞാൻ വരയ്ക്കാം. ഒരു 30 കിലോഗ്രാം ബ്ലോക്ക് ഇവിടെ ഇരിപ്പുണ്ട്. 30 കിലോഗ്രാം ബ്ലോക്ക്. ഇനി ഇറ്റ് റെസ്റ്റ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ സർഫസ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 30g എന്ന് പറഞ്ഞാൽ 300. ഓക്കെ, നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് മണ്ടയിലോട്ട് n. ഇനി അടുത്ത് ഇനി ബാക്കി കാര്യങ്ങൾ. ഇതിൻ്റെ മണ്ടയിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാ? 200 ന്യൂട്ടൺ ആണ്. ഇനി ബ്ലോക്ക് അക്വയേഴ്സ് എ സ്പീഡ്. ഇതിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാ? v എത്രയാ? 4. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. സ്റ്റാർട്ടിങ് ഇനീഷ്യൽ വെലോസിറ്റി 0. ഇതിൻ്റെ അടുത്ത ടൈം 2 സെക്കൻഡ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? മ്യൂ എത്രയാണ്? അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയണം. ഇവിടുത്തെ അങ്ങോട്ട് തള്ളുമ്പോൾ ഇങ്ങോട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും, അങ്ങോട്ട് തള്ളുമ്പോൾ ഇങ്ങോട്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ ഇങ്ങോട്ടാണ്. ഇപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും? 200 മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് MA അല്ലേ? ഇപ്പോൾ 200 മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
മ്യൂ എം ജി എന്നാണ് നമുക്കറിയാം, ഇസ് ഈക്വൽ ടു എം എ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് വാല്യൂ ഇടുക. 200 മൈനസ് മ്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്, ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 30 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു എം എത്ര 30 ഇൻറ്റു എ എത്രയാ, എ കണ്ടുപിടിക്കണം. എ എത്രയെന്ന് പറയൂ. എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി. പറഞ്ഞോ 4 മൈനസ് 0/2. അപ്പോൾ ആൻസർ എത്ര 2. അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. 200 മൈനസ് മ്യൂ ഇൻറ്റു 300 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ ഇനി പറഞ്ഞോ, ഇത് ഇപ്പുറത്ത് വരുമ്പം 140 ഈക്വൽ ടു മ്യൂ ഇൻറ്റു 300. അപ്പോൾ മ്യൂ ഈക്വൽ ടു പറയൂ 140 ഡിവൈഡ് ബൈ 300. ഓരോ 0 പോയി 14/3 കണ്ടുപിടിക്കുക. എത്ര? അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 4 പോയിന്റ് സംതിങ് എന്നോട് വരുന്നത്. അതിനിപ്പോൾ 0.46 എന്നൊക്കെ വരും. ഇപ്പോൾ 0.47 ആണ് ആൻസർ വരുന്നത്. ആൻസർ ഈസ് ക്യാറ്റ്. ക്യാറ്റാണ് ആൻസർ. ഇത് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. വെയിറ്റ് എം ജി, നോർമൽ ഫോഴ്സ് അത്. ഇനി 200 ന്യൂട്ടൺ ഇങ്ങോട്ട് കൊടുത്താൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടുണ്ടാവും. ഇനി അടുത്ത ഫ്രിക്ഷൻ എപ്പോഴും മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ. ഇനി അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതേ മൈനസ് ഇതാണ്, അതെന്ന് പറയുന്നത് എം എ ആണ്. ഇതിനകത്ത് എഫിന് വരെ മ്യൂ എം ജി കൊടുത്തു. ഇനി അടുത്തതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് എ ആണ്. എ എങ്ങനെ കാണും? വി മൈനസ് യു ബൈ ടി. അതിൽ വെച്ച് എ കണ്ടുപിടിച്ചു. എന്നിട്ട് മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്തൂടെ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. എ കാർ ഹാവിംഗ് എ മാസ്, വായിച്ചു പെട്ടെന്ന് വായിക്കൂ. എ കാർ ഹാവിംഗ് മാസ് 1000 കിലോഗ്രാം. അപ്പം മാസ് തന്നിട്ടുണ്ട് 1000. ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി, ഇപ്പോഴത്തെ വെലോസിറ്റി 30 ആണ്. ബ്രേക്സ് ആർ അപ്ലൈഡ്, ഫൈനൽ വെലോസിറ്റി ബിക്കം 0. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 5,000 ആണ്. ദ കാർ വിൽ കം ടു റെസ്റ്റ് ഇൻ എത്ര സമയം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങളുടെ ആൻസർ ഇപ്പം എനിക്ക് വേണം. എങ്ങനെ കണ്ടുപിടിക്കും? ടൈം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? അല്ലെങ്കിൽ പോട്ടെ, ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ വി മൈനസ് യു ബൈ ടി അല്ലേ? അതിനകത്ത് ടി എങ്ങനെ കണ്ടുപിടിക്കും? വി മൈനസ് യു ബൈ എ എന്നല്ലേ? വി ഉണ്ട്, യു ഉണ്ട്, പക്ഷെ എന്തോന്നില്ല, എ ഇല്ല. എ എങ്ങനെ കണ്ടുപിടിക്കും? എ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എം അല്ലേ? ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എത്രയാ? 5,000 അല്ലേ? ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്നത് 1000 അല്ലേ? ആൻസർ 5 എന്നല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എത്ര? 0 മൈനസ് 30 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര? -6 എന്ന്. അപ്പോൾ ആൻസർ ടൈം ആയതുകൊണ്ട് പോസിറ്റീവ് എഴുതൂ. അപ്പോൾ 6 സെക്കൻഡ് എന്നാണ് ആൻസർ. അപ്പോൾ ഡി ആണ് ആൻസർ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷനിൽ നിന്ന് ടി കണ്ടുപിടിച്ചു. ഇനി ആക്സലേഷൻ കാണാൻ എഫ് ബൈ എം. ഇവിടെ ആകെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ബൈ എം. അപ്പോൾ എയും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തെന്താണ്? പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ മോഷൻ ഓഫ് എ കാർ starting from rest, picking up speed and then moving smooth road with a uniform speed. When the car is stationary, there is no net force. During pickup, it accelerates. അപ്പോൾ ഇതിന് കാരണം എന്താണ്? വണ്ടി ഓടുമ്പോഴത്തേക്ക് അതിനകത്തൊരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? 22ൻ്റെ ആൻസർ ഏതാ? എ. അടുത്ത് 23. When we cut the thread tied to a ball which is in circular motion, the ball flies off tangentially. നമുക്കറിയാം. It is due to ആ ടാൻജൻഷ്യലി പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഇനർഷ്യ ഓഫ് മോഷനും ആണ്. അവിടെ വരുമ്പോൾ വെലോസിറ്റി അങ്ങോട്ടല്ലേ? അപ്പോൾ ആ ഡയറക്ഷനിൽ പോകാനുള്ള ടെൻഡൻസിയും കാണിച്ചതാണ്. അപ്പോൾ എന്താണ്? ഇനർഷ്യ ഓഫ് മോഷനും ഉണ്ട്, ഇനർഷ്യ ഓഫ് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? എയും ബിയും എൻ്റെ ആൻസറാണ്. അപ്പോൾ എങ്ങനെയാണ്? ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ചോയ്സ് ഇല്ലേ? അപ്പോൾ സി ആണ് എൻ്റെ ആൻസർ. സി ഈസ് ആൻസർ. 24 വായിക്കൂ. An astronaut accidentally gets separated out of his spaceship which was moving at the rate 100 meter per second. 100 meter per second വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നിന്ന് അസ്ട്രോണോട്ട് സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ആ ഇൻസ്റ്റന്റിൽ വാട്ട് ഈസ് ഹിസ് സ്പീഡ്? അയാളുടെ സ്പീഡ് എത്ര? അതിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് അയാളുടെ ബോഡിക്ക് അതിൻ്റെ അതേ സ്പീഡ് കാണും. സോ വാട്ട് ഈസ് എ സ്പീഡ്? 100 meter per second.
സോ ആൻസർ ഈസ് എ, ചോയ്സ് എ. അടുത്ത വായിക്ക്. When a stone is rotated with uniform speed in horizontal plane by means of a string, the magnitude of momentum is fixed but direction changes. നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ സർക്കിളിൽ കറങ്ങുന്ന സമയത്ത് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. ശരിയല്ലേ? സോ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം മൊമെന്റവും എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് മൊമെന്റവും കോൺസ്റ്റന്റ് അല്ല. മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കോൺസ്റ്റന്റ്, ഡയറക്ഷൻ ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. ഇനി ഇത് കറക്കാൻ വേണ്ടി എന്താണ്, ഫോഴ്സ് ഈസ് നീഡഡ്. ദിസ് ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ. ഇത് കറക്കാൻ വേണ്ടിയുള്ള ഫോഴ്സ് എങ്ങനെയാണ്, ഏതാണ് ചോയ്സ്? ദിസ് ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ അവർ ഹാൻഡ് ത്രൂ ദ സ്ട്രിങ്. അതല്ലേ എൻ്റെ ആൻസർ. ഇനി അടുത്ത ഏതാണ്? റോക്കറ്റ് എൻജിൻ ലിഫ്റ്റ്സ് എ റോക്കറ്റ് ഫ്രം എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് റോക്കറ്റിനെ പൊക്കുന്നു. കാരണം എന്താണ്? റോക്കറ്റ് എൻ്റെ മൂട്ടിൽ കൂടെ ഗ്യാസിനെ ചവിട്ടി വെളി കളയുന്നു. ആ വെളി ചാടിയ ഗ്യാസ് തിരിച്ച് റോക്കറ്റിലോട്ട് ഒരു തള്ളു കൊടുക്കുന്നു. അപ്പോൾ ഏതാണ് ആൻസർ? ഗ്യാസസ് റിയാക്ട് അഗൻസ്റ്റ് റോക്കറ്റ് ആൻഡ് പുഷസ് ഇറ്റ് അപ്പ്. അപ്പോൾ എ ആണ് എൻ്റെ ആൻസർ, എ. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ലോസ് ഓഫ് മോഷനും കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. എക്സാമാണ്. ഓക്കെ, നന്നായിട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ആ ബുക്കിനകത്ത് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് എങ്കിൽ തന്നെ അത് ഒത്തിരി കട്ടിയായിപ്പോയി. അതാണ് എൻ്റെ ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കട്ടിയായി പോയപ്പോഴത്തേക്ക് അതിനകത്തൊരു ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു 5 എണ്ണമെങ്കിലും, ആ 20 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 5 എണ്ണമെങ്കിലും ഭയങ്കര ഹാർഡാണ്. അപ്പം അത്രയും ഹാർഡ് അന്ന് നിങ്ങളെ ഒന്ന് എന്താണ് റെഡിയാക്കി എടുക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അത്രത്തോളം നമ്മുടെ മണ്ടയിലോട്ട് ചിലപ്പോൾ കയറുമെന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കില്ല കേട്ടോ. അപ്പോൾ ഈ നീറ്റിനോ നമ്മുടെ കീമിനോ ഒന്നും ചോദിക്കില്ല. ജെയ്ക്ക് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ പക്ഷെ കീമിനും നീറ്റിനും അത്രയും ലെവലിൽ ചോദിക്കില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള ലെവലിലുള്ള നല്ല ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്തതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കോണം കേട്ടോ. മെറ്റീരിയൽ അയക്കുന്നത് ശ്രദ്ധിച്ചോണ്ടേ. ഓക്കെ, അപ്പോൾ ഡു വെൽ.